പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുവാൻ, ദൈവകൃപയെ നോക്കി പാർക്കുവാൻ, മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ധ്യാനത്തിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളെ തിരുത്തുവാനും കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അതുവഴി ഏറ്റവും കൃപാപൂർണമായ വിശുദ്ധിയുള്ളൊരു ജീവിതം മരിയൻ ഉടമ്പടി വഴി നയിക്കുവാൻ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്കൊരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹാലലൂയ. ും
പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും
ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ എല്ലാ മേഖലകളിലും വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും കൃപാസനത്തിന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഒരു വാക്കുമതി എനിക്കതുമതി, ഒരു വാക്കുമതി എനിക്കതുമതി.
പോരാത്തവനാണേ. മുരകൾക്ക് വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടുന്നിരിക്കാൻ ഞാൻ പോരാത്തവനാണേ. ഒരു വാക്ക് മതി എനിക്കത് മതി. 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 എന്റെ മുരകൾക്ക് വരാൻ ഞാൻ പോരാത്തവനാണേ. നിന്റെ കൂടുന്നിരിക്കാൻ ഞാൻ ശക്തിയോട് ചേർന്ന് എന്റെ മുരകൾക്ക് വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നിരിക്കാൻ ഞാൻ പോരാത്തവനാണേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴെ വീട് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അവരുടെ വിധങ്ങളായ വിഷയങ്ങളെയും ദുരന്ത മുഖങ്ങളെയും സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഓരോ മക്കളെയും ആരാധന. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. ഉച്ചത്തിൽ പാടിക്കാം. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോരാറുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. എൻ ദിനമുകൾ മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. എൻ ദിനമുകൾ മാറും ഒരു വാക്ക് നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ തീരം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ തീരം മാറും. നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്ക് മതി എനിക്കത് മതി. ഒരു വാക്ക് മതി എനിക്കത് മതി. കൈകൾ ഉയർത്തി ഒരു വാക്ക് മതി എനിക്കത് മതി. ഒരു വാക്ക് മതി എനിക്കത് മതി. മുരകൾക്ക് വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നിരിക്കാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ മുരകൾക്ക് വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടുന്നിരിക്കാൻ ഞാൻ പോരാത്തവനാണേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറെ ആരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ
യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറെ ആരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു ഭാഗം നീ പറഞ്ഞാൽ, എൻ നിരാശകൾ മാറും ഒരു ഭാഗം നീ പറഞ്ഞാൽ, എൻ നിരാശകൾ മാറും ഒരു ഭാഗം നീ പറഞ്ഞാൽ, എൻ ഇഴവുകൾ മാറും ഒരു ഭാഗം നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ ഞാൻ മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്നുള്ളൂ. ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. കൈയുയർത്തി ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. എന്റെ പുരകുലകരുവനാ ഞാൻ പോരാവുന്നവനാണ്, എന്റെ കൂടും നിരിപ്പാൻ ഞാൻ പോരാവുന്നവനാണ്, എന്റെ പുരകുലകരുവനാ ഞാൻ പോരാവുന്നവനാണ്, എന്റെ കൂടും നിരിപ്പാൻ ഞാൻ പോരാവുന്നവനാണ്. ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. ഒരു വാക്ക് മതി എനിക്കത് മതി, ഒരു വാക്ക് മതി എനിക്കത് മതി. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനത്തിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള സ്റ്റോളിൽ മാത്രമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യാശയുടെ മഹാജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിവന്യ ആലപ്പുഴ രൂപത അധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി ഉയർത്തിയിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കുമ്പസാര ശുശ്രൂഷ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് മിനിമം 3 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങാവുന്നതാണ്. കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് അഖണ്ഡ ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത്. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം പറയാത്ത സഹോദരങ്ങൾ എത്രയും വേഗം വന്ന് സാക്ഷ്യം പറഞ്ഞ് അത് ദൈവമഹത്വ രൂപാന്തരീകരണമായും നിങ്ങളുടെ തന്നെ സാക്ഷ്യത്തിൻ്റെ സ്ഥിരീകരണവുമാക്കി മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രാർത്ഥന കൗൺസിലിങ്ങിനും കൈവയ്പ് ശുശ്രൂഷയ്ക്കുമായിട്ട് കാണാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന സഹോദരങ്ങൾ അച്ഛൻ ആ ദിവസം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ 9447285400 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞിട്ടുള്ള ഒരു നിബന്ധനയാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ 11:30 മണിയോടുകൂടി നിങ്ങൾക്കത് കൃപാസനത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും ഒപ്പം തന്നെ ഫേസ്ബുക്ക് പേജായ FRVP ജോസഫ് കൃപാസനത്തിലൂടെയും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഷക്കീന ടെലിവിഷനിലൂടെയും നിങ്ങൾക്ക് തത്സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയെല്ലാം ആ ധ്യാനം ഷെയർ ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് അച്ഛന് പ്രത്യേകമായിട്ട് ദൈവം കൊടുത്ത ഒരു നോട്ട് എന്നത് ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്കറിയാവുന്ന പോലെ രാവിലെ 5:30 മണിക്കാണ് അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പോകാൻ പോകുന്ന എല്ലാ മേഖലകളിലെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡോക്യുമെൻസും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെയും സാക്ഷ്യം പറഞ്ഞവരെ പറഞ്ഞ കാര്യം ഈ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യൻ വല്ലാതെ ഈ ഉടമ്പടി ജീവിച്ച് അതിൽ ദൈവാനുഗ്രഹവും
പ്രാപിച്ച് ഇപ്പോൾ ഉടമ്പടിയിലെ വരുന്ന സാക്ഷ്യങ്ങൾ കേൾക്കാൻ മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ദൈവ അനുഗ്രഹം, അതേസമയം തന്നെ ദൈവ അനുഭവം. ഈ ദൈവ അനുഭവം പ്രാപിക്കുന്നവരാണ് പറയണത് ഞങ്ങൾ ഈ ജീവിത രീതി കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. കാര്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അവർ ദൈവ മേഖലയിലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാന്തം പോലെ വല്ലാതെ ഇങ്ങനെ യേശു തൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളെ ഇങ്ങനെ പിടിച്ച് അടുപ്പിക്കണവർ തോന്നും. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡ് ഓഫ് യുവർ ആസ്പയറിങ് ഫോർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ അഭിവാഞ്ചകൾക്കപ്പുറത്ത് കർത്താവുമായ ഒരു ആത്മബന്ധത്തിന് വേണ്ടിയാണ് ഒരു മുൻഗണന കൊടുക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അങ്ങുമായി ഒരു ആത്മബന്ധം എനിക്ക് വരദാനമായി നൽകണമേ. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ബ്ലെസ്സിങ്സ്, ജോലി അല്ലെങ്കിൽ വീട്, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. അതാണ് വിഷയം. നമ്മൾ ഭക്ഷണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം. ഇത് തന്നെയല്ല, അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയവൻ അവനോടുകൂടി സമസ്തവും. അപ്പം നൽകിയവൻ പുത്രനല്ലാതെ വേറെയും കാര്യങ്ങളുണ്ടെന്നല്ല എൻ്റെ അർത്ഥം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. റോമ 8:32. റോമലേഖനം 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ ഈ സമസ്തവും എന്ന് പറയുമ്പോൾ ഈശോനെ നമ്മൾ ചോദിക്കുമ്പോൾ ഈശോൻ്റെ കൂടെ എന്തെല്ലാം ദൈവത്തിന് നമുക്ക് തരാനുണ്ടോ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഈശോനെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് തരാൻ ദൈവത്തിന് സാധിക്കുമോ, നമ്മുടെ സാഹചര്യത്തിന് പറ്റുന്ന രീതിയിൽ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം. അതുകൊണ്ടാണ് നമ്മളൊരിക്കലും ഒരു പീരിയോഡിക്കലായിട്ടുള്ള ഒരു ഇൻറ്റേറിയൻ ഇടക്കാല ആത്മീയത അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യരുത്. അത് ഹെൽത്തി അല്ല. ഇടക്കാല ആത്മീയത എന്നല്ലേ? ഇടക്കാല ആത്മീയത എന്ന് പറയണത് തവളയെ വിഴുങ്ങിയ പാമ്പിനെ പോലെ ഇരിക്കും. എന്താ പ്രശ്നം? കുറച്ച് കാലത്തേക്ക് നമ്മളിങ്ങനെ ആധ്യാത്മികത മുഴച്ചിരിക്കും, പിന്നെയും പഴയതുപോലെ ഇരിക്കും. അങ്ങനെ വരരുത്. ദൈവത്തിന് തോന്നണം. ആദ്യമേ ഞാൻ നിങ്ങളെപ്പോഴും ഉടമ്പടി ധ്യാനം നടത്തുമ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ്? ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണം, അല്ലേ? ഈശോയുമായിട്ട് ഉടമ്പടി ചെയ്യണം. ഇതിൻ്റെ പ്രയോക്താവ് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. അത് ഏത് പരിശുദ്ധ അമ്മ? കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ. അതാണ് വിഷയം. എന്താ കാര്യം? ആ പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞതെന്ന്? ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. അത് വല്ലാത്ത അർത്ഥങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ആത്മീയ ദുരന്തമാകാം, ഭൗതിക ദുരന്തങ്ങളാകാം, കുടുംബ ദുരന്തങ്ങളാകാം. ഈ ട്രാജഡി എന്തെല്ലാം തരത്തിൽ വരാം. ഇപ്പം തന്നെ ഈ ഇറ്റാലിയൻ ഭാഷയൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. ഇറ്റാലിയൻ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാണ്. കാരണം നമ്മുടെ ദ്രാവിഡ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ദുരന്തമുണ്ട്. അതാണിപ്പോൾ മാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ തിരുസഭ പറഞ്ഞു മീഡിയാട്രിക്സ് എന്നുള്ള സംഭവം ഇനി നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. മീഡിയാട്രിക്സ്
എൻ്റെ മനസ്സിലിരിക്കേണ്ട എപ്പോഴും സഭ ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്നുള്ളതാണ്. എത്രയും പറഞ്ഞിരുന്നെങ്കിൽ അത്രയും നമ്മൾ ശക്തരായിരുന്നേനാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചില അണ്ണന്മാരെങ്കിലും ഈ രക്ഷ ലോകത്ത് സാധിച്ചത് ഈശോ മാത്രമാണെന്നാണ് നാം തിരുസഭയുടെ അടിസ്ഥാന ബോധ്യവും ആദിമസഭയുടെ വിശ്വാസവും നമ്മളുടെ വിശ്വാസവും സഭയുടെ വിശ്വാസവും. ക്രിസ്തു സഭകളെല്ലാം അങ്ങനെയാണ്. അതാണ് അടിസ്ഥാനക്കല്ല്. അപ്പം ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒരു 10-80 ഞാൻ ഓർക്കുന്നുണ്ട് 86-84 കാലഘട്ടങ്ങളിൽ മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇപ്പം മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി. അവർ പഠിപ്പിക്കാൻ മാത്രമല്ല ചെയ്തത്, അവർ എല്ലാ വൈദികരെ കൊണ്ട് ഒപ്പിടിച്ച് വത്തിക്കാനിലേക്ക് കൊടുക്കാൻ മെമ്മോറാണ്ടം. ആ ചരിത്രം അറിഞ്ഞപ്പോൾ മാത്രമേ ഇപ്പോഴത്തെ വിഷയത്തൊക്കെ എല്ലാ വൈദികരൊക്കെ ഉണ്ട്. ഞാനൊക്കെ പണ്ട് ഒപ്പിട്ട് കൊടുത്തതാണ്. അത് നിരുപദ്രവകരമായ ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒപ്പിട്ടാണ്. പക്ഷേ അന്ന് എനിക്ക് അത്രയും തിയോളജിയെക്കുറിച്ച് ബോധ്യമില്ല. 84 അച്ഛനാടുമ്പോൾ പറ്റേണ്ടത് പരിപാടി തുടങ്ങിയെന്നാണ്. അക്കാലങ്ങളിൽ ഒപ്പിട്ട് കൊടുത്തതാണ്. എന്താണ് മാതാവിന് പിന്നെ എന്താ സംഭവിച്ചിട്ട് അവർ പറയുന്നതിനുള്ള മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? അതായത് നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയല്ലല്ലോ. ആരാ ക്രൂശിക്കപ്പെട്ടത്? അതാണ്. അതായത് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സ്വന്തം ശരീരത്തിലെ പീഡകൾ അനുഭവിച്ച് ബലിദാനമായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ദൈവം തന്നെ. ഇപ്പം ചില ആൾക്കാരൊക്കെ ഇരുന്ന് പറയും, ഇപ്പം ടി വിയിലൊക്കെ നമുക്ക് കേൾക്കാമല്ലേ, ഒത്തിരി പേര് അക്കാലങ്ങളിൽ ക്രൂശിക്കപ്പെട്ടെന്ന് പറയാം. ഒത്തിരി പേര് റോമാക്കാരുടെ ഒരു പ്രത്യേകമായ ഒരു ശിക്ഷാരീതിയാണ് കുരിശുമരണം. ക്രിസ്തു മാത്രമല്ല ക്രൂശിക്കപ്പെട്ടതെന്ന് ചില ആൾക്കാർ. അതെന്താ ലോകവിവരക്കേടാ, എന്താ പറയുക, അത് ചരിത്രപരമായിട്ട് ശരിയാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താണ്? ക്രിസ്തുവിൻ്റെ പ്രത്യേകത, ക്രിസ്തു എങ്ങനെയാണ് മധ്യസ്ഥനാകണത്? ക്രിസ്തു ഒരേ സമയം ഇപ്പം മനുഷ്യൻ ചെയ്ത പാപത്തിന് ആരോടാ ചെയ്തിരിക്കുന്നത്? എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും, ദൈവത്തോടാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരിക്കുന്നതാണ് പാപമെന്ന് പറയണത്. അത് ഫിഗറേറ്റീവായിട്ടാണ്, സിംബോളിക്കലായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത്. ദൈവികമായ വചനങ്ങളോട് അനുസരണക്കേട് കാണും. ദൈവവചനത്തോട് കാട്ടുന്ന അനുസരണക്കേടാണ് പാപമെന്ന് പറയുന്നത്. അതിന് ദൈവകൽപ്പനയുടെ ലംഘനമെന്ന് യോഹന്നാൻ പറയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. പാപം നിയമലംഘനമാണ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന മഹാത്യാഗത്തെ. 1 യോഹന്നാൻ 3:4. 1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. അപ്പം എന്താണ് പാപം എന്ന് ഓക്കെയാണത്? എന്താണ് അതൊക്കെ സംഭവം? പാപം വചനത്തിൻ്റെ ലംഘനമാണ്. വചനം എന്താണ്? വചനം നമ്മളെ കർത്താവിൽ നിന്ന് വന്നു കർത്താവിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. അതാണ് ഈശോ അവസാനം പറയുന്ന വാക്ക്. പിതാവേ, ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ചില ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, വഴിതെറ്റി പോകും. അതാണ് പ്രശ്നം. അതിനാണ് വചനം വെച്ചിരിക്കുന്നത്. ചൂണ്ടുപലകയായിട്ട് ഇതാണ് വഴി, ഇതിലേ പോവുക. ഉണ്ടല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞാൻ അങ്ങേ പക്കൽ നിന്ന് വന്നു, അങ്ങേ പക്കലേക്ക് തിരിച്ചു വരികയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്ന
മഹാത്യാഗത്തെ പകരം എന്തോ നൽകുന്നു ഞാനിനി ഹൃദയം പകരം എന്തോ നൽകുന്നു ഞാനിനി ഹൃദയം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലപ്പോഴും സംഭവിക്കുന്നത് ക്രിസ്തു എങ്ങനെയാണ് തിരിച്ചു പോയത് കൃത്യമായി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് ദൗത്യം പൂർത്തിയാക്കിയാൽ തിരിച്ചു പോകണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദൈവഭവനത്തിൽ നിന്ന് വന്ന് ദൈവഭവനത്തിലേക്ക് തിരിച്ചു പോകണം. നമ്മൾ തിരിച്ചു പോക്ക് ഉറപ്പുവരുത്താനാണ് ഈ അനുതാപം വരണത്. പിതാവേ, ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങേപ്പക്കൽ നിന്ന് വരുന്നതിന് കുഴപ്പമില്ല, അത് നമ്മുടെ നടപടിയല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ചു വരികയാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:28. യോഹന്നാൻ 16:28. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. ഇതാണ് സംഭവം. എത്ര? യോഹന്നാൻ 16:28. അപ്പൊ എന്താ വിഷയം? പിതാവ് ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ചു വരികയാണ്. എന്താ പ്രശ്നം? അങ്ങേപ്പക്കൽ നിന്ന് വന്നു എന്ന് പറയണത് നമ്മൾ ആരെങ്കിലും മെമ്മോറാണ്ടം കൊടുത്തിട്ട് വന്നതാണോ? പിതാവിന് അങ്ങേപ്പക്കൽ നിന്ന് വന്ന് നമ്മൾ അങ്ങേപ്പക്കൽ നിന്ന് തന്നെ വന്നിരിക്കണത്. നമ്മൾ ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് വന്നതാണോ? അല്ല. അത് ദൈവത്തിൻ്റെ നടപടിക്രമമാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം നൽകിയതും അതിലൂടെ കർത്താവിനെ അറിഞ്ഞ് ജീവിക്കാനും ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാനും ദൈവത്തിൻ്റെ കൃപയിൽ ഇത് പര്യവസാനിപ്പിക്കാനും ദൈവം നമുക്ക് നൽകുന്ന ഒരവസരമാണ്. ഇനി പ്രോബ്ലം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നുവെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അല്ലേ? അതിന് ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ നന്ദി പറയണം. പിന്നെ എന്താണ്? അങ്ങേപ്പക്കലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് പ്രശ്നം. ബ്രീഡിയ അങ്ങേപ്പക്കലേക്ക് തിരിച്ചു വരണത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ല. ഒരു കാന്തവും വെച്ചിട്ടില്ല നിന്നെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി. പക്ഷെ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ വരണമെന്ന്, തിരിച്ചു വരണമെന്ന്. അതിനാണ് വചനം തന്നിരിക്കുന്നത്. നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്. അത് ഇത് കണ്ടിട്ടേ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. പച്ചപ്പ് കാണുമ്പോഴേ ആടങ്ങാട്ടി ഇങ്ങോട്ട് തെറ്റിയല്ല. അപ്പോൾ പിന്നിൽ നിന്ന് പറഞ്ഞു ഹേ എന്ന് സ്വരം കേൾക്കും. ഇതാണ് വഴി. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, തിരിച്ചു പോക്കിൻ്റെ ജീവിതത്തിലെ തീർത്ഥയാത്ര, സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോഴേ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. അപ്പൊ വചനമാണത്. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ ചില പ്രശ്നമുണ്ട്. അപ്പൊ ചിലർ പറയും ആ വഴി എനിക്ക് വേണ്ട, എനിക്ക് വേറെ എൻ്റെ വഴി എന്ന് പറയും. എനിക്ക് എൻ്റെ വഴി. നോട്ട് ഡബിൾ ചെയ്യണമെങ്കിൽ അതൊരു വഴി. 10 പൈസ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ് നോട്ട് ഇരട്ടിപ്പിക്കൽ. ടാക്സ് വെട്ടിക്കണമെങ്കിൽ അത് വഴി. എനിക്കൊരു വലിയ വീട് വെക്കണം, ബ്രാൻഡഡ് കാറ് വാങ്ങിക്കണം. അപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ നമുക്ക്. ദൈവത്തിനെ മറന്ന് സമൂഹത്തിനെ സർക്കാരിനെ വഞ്ചിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ജീവിച്ച് കല്യാണം കഴിച്ച് മാന്യമായിട്ട് ജീവിക്കുന്ന പെണ്ണിനെ വേറൊരു പെണ്ണിനെ കണ്ടപ്പോൾ അതിൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് നിന്റെ രണ്ട് പ്രസവിച്ച് നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന ഭാര്യയെ നീ രഹസ്യത്തിൽ ഉപേക്ഷിക്കുക. എന്നിട്ട് ആ പെണ്ണിൻ്റെ കൂടെ ഒക്കെ പോകുക. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ സാധ്യതയുണ്ട്. 10%, 8% ഒക്കെ പലിശ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ, അവരിടത്തോട്ടോ വലത്തോട്ടോ തിരിയുകയാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ദൈവം ഒരു വഴി തരും. അവിടെ വിഷയം എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് ദൈവ അനുഗ്രഹവും അനുതാപത്തിൽ അധിഷ്ഠിതമാണ്.
എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ദൈവ അനുഗ്രഹം, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അനുതാപത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നതിന് ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നീ ദൈവത്തിൻ്റെ മകളാണ്. കയ്യിരിപ്പ് മോശമാണെങ്കിലും ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. അതുകൊണ്ട് നീ ഒരു ചെളി പൂണ്ട് ചാകാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കയറ്റുന്നതിൽ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെയും ചാടി ചെള്ളയെ വീണ് കഴിഞ്ഞാൽ പിന്നെ നിന്നെ സ്ഥിരം കലാപരിപാടിയായി കഴിഞ്ഞാൽ ദൈവത്തിന് അതിൻ്റെ അകത്ത് പങ്കാളിത്തമില്ല. അതെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അനുതാപം എന്ന് പറയുന്നതിൻ്റെ വിഷയം മനസ്താപരണമാണ് അഡ്രസ്സ് ചെയ്യണത്. മേലിൽ പാപം ചെയ്യുകയില്ലെന്നും അതാണ് വിഷയം. ആ ടൈപ്പ് സാധനം വീണ്ടും എടുക്കരുത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് പാപങ്ങളിൽ ചെന്ന് ചാടരുത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് കർത്താവിൻ്റെ ഭവനത്തിലെത്താം. ഇപ്പം നീ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ്. എന്താ കാര്യം? നീ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, നിനക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളെ രക്ഷയിൽ വളർത്താൻ പറ്റണം. അതിനെ വളർത്താൻ പറ്റാതെ ഒരുത്തനെ കണ്ടപ്പോൾ നിനക്ക് മനസ്സിൽ പൂതി തോന്നി അവൻ്റെ കൂടെ ചാടി ഓടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മിസ്റ്റേക്കാവും. അതുകൊണ്ട് ആണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരരിശത്തിന് അറ്റിച്ചാടിയ പല അരിശ അവിടെ എടുത്തു കഴിഞ്ഞാൽ പോകാൻ പക്ഷേ ബുദ്ധിമുണ്ട്. അപ്പം നിങ്ങളുടെ ചെറുപ്പകാലത്ത് കാണിക്കുന്ന ദൈവത്തെ മറന്നുള്ള ജീവിതത്തിനെ എന്നിട്ട് ഈ പിന്നെ അങ്ങനെ കുഞ്ഞുങ്ങളെ പെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മരണം വരെ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? ആ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നവരെ നിങ്ങൾ കണ്ണുനീരോടെ ദൈവദർശനം നിൽക്കണം. വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം. വിശുദ്ധിയോടെ നിൻ്റെ ജീവിത പങ്കാളിയെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്നെ നിനക്ക് നിൻ്റെ രീതി വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയും. ഇപ്പം അഗസ്റ്റിൻ്റെയൊക്കെ അപ്പനെന്ന് പറയണത്, സെൻ്റ് അഗസ്റ്റിൻ്റെയൊക്കെ അപ്പനെന്ന് പറയണത് കത്തോലിക്കനല്ലായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ലായിരുന്നു. അവരുടെ കൂടെ മോനിക്ക പുണ്യാളത്തിൽ ജീവിച്ച് വിശുദ്ധയായിട്ടുണ്ട്. അപ്പോൾ സഭയിൽ പുതിയ കാര്യങ്ങളൊന്നും അല്ല ഇത്. മനുഷ്യനുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഇതുപോലെ അവറേഷൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു മനസ്സാക്ഷിയുണ്ട്. എന്താണ്? തിരിച്ച് പിതാവിൻ്റെ അടുത്തേക്ക് എത്തണം. നമ്മൾ ജനിപ്പിക്കുന്ന കുഞ്ഞ് കർത്താവിനെ അറിയണം. അങ്ങനെയാണ് അഗസ്റ്റിൻ എല്ലാ മോശകരമായ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കർത്താവിനെ അറിഞ്ഞ് ആ മനുഷ്യൻ അവസാനം വിശ്വാസം സ്വീകരിച്ച് വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി, പണ്ഡിതനായി. കണ്ടാ, ഇപ്പോൾ ഒന്നും അസാധ്യമല്ല. ഒരു അമ്മ വിചാരിച്ചത് കൊണ്ടാണ്. ഒരു അമ്മയുടെ അനുതാപമാണ് ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന വിശുദ്ധൻ. ഒരു അമ്മയുടെ അവരുടെ ജീവിതകാലത്ത് പ്രത്യേക സാഹചര്യ സമ്മർദ്ദം കൊണ്ട് അവർ പെട്ടുപോയി. പക്ഷേ പെട്ടുപോയി കിടന്നതിന് പിന്നെ അത് അവിടെ കിടന്ന് നീതീകരിക്കുകയല്ല, നീതീകരിച്ച് മെഴുകേണ്ട കാര്യമില്ല. മറിച്ച് സത്യത്തെ മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരാനുള്ള എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി ആചാരികൾ ആത്മീയമായി ക്രമീകരിച്ച് ദൈവത്തിന് ലക്ഷ്യമാക്കി ജീവിതം പുനഃക്രമീകരിച്ച് കഴിയുമ്പോൾ അനുതാപത്തിൻ്റെ ഫലങ്ങളാവും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നടന്ന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങളെ അനുതാപത്തിലൂടെ ദൈവ തിരുസന്നിധിയിലെ നീതീകരിക്കപ്പെട്ടവളാകാൻ, നീതീകരിക്കപ്പെട്ടവനാകാൻ ഏകലക്ഷ്യമായ ഏകസത്യമായ യേശുക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാൻ തിരിച്ചു ചെല്ലുമ്പോൾ ദൈവ തിരുസന്നിധിയിലെ എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ. തിരിച്ച് ചെല്ലലെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്ന സംവിധാനമാണ് സഭയുടെ പ്രബോധന അധികാരം എന്ന് പറയുന്നത്. എന്തിനാണ് സഭയുടെ പ്രബോധന അധികാരം വെച്ചിരിക്കുന്നത്? സഭ ഓരോരോ കാലത്ത് സഭയ്ക്ക് നൽകിയിട്ടുള്ള അഴിക്കാനും ബന്ധിക്കാനുമുള്ള അധികാരം വെച്ചുകൊണ്ട് സഭ നമ്മുടെ തിരിച്ചു ചെല്ലലെ, ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലലെ സുഗമമാക്കും. സഭ ചെയ്യുന്നത് സുഗമമാക്കുകയാണ്. എന്താ കാര്യം? എവിടെയെങ്കിലുമൊക്കെ ചില സമയത്ത് ചില തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടാവും. മാതാവിൻ്റെ കന്യാത്വത്തെക്കുറിച്ചോ ദൈവമാതൃത്വത്തെക്കുറിച്ചോ അമലോത്ഭവത്തെക്കുറിച്ചോ ഓരോ കാലഘട്ടങ്ങളിലെ മനുഷ്യന്മാരുടെ എതിർചിന്തകളൊക്കെ വരും. അപ്പം ആ എതിർചിന്തകൾ വരുമ്പോൾ നമ്മുടെ യാത്രകളെ അത് ദുർഗമനം ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറക്കും.
അപ്പം സഭയാണ് ഈ തടസ്സങ്ങൾ മാറ്റുന്നത്. എന്ത് ചെയ്യും? സഭ പറയും ഇന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് പറയും. ഇന്നതാണ് വിശ്വസിക്കേണ്ടത്. ഇപ്പം സഭ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മീഡിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകര മാധ്യസ്ഥ. 2 തരം മാധ്യസ്ഥമുണ്ട്. മലയാളത്തിലെല്ലാം മാധ്യസ്ഥം എന്നാണ് പറയണമെങ്കിലും അപേക്ഷാ മാധ്യസ്ഥമുണ്ട്, പ്രാർത്ഥനാ മാധ്യസ്ഥമുണ്ട്, രക്ഷാകര ദൗത്യ മാധ്യസ്ഥമുണ്ട്. എന്ന് വെച്ചാൽ രക്ഷാകര ദൗത്യം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാകര ദൗത്യം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ആരോടാണ് ചെയ്തത്? ദൈവത്തോടാണ് ചെയ്തത്. എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ വചനം ലംഘിക്കുകയാണ് ചെയ്തത്. ഇപ്പം ഉള്ളൊരു കുഴപ്പം ഇവിടെ വന്നിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ എന്നോട് പാപം ചെയ്താൽ, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന സിമ്പിൾ ഉദാഹരണമില്ലേ? എന്താ പറയണത്? നിങ്ങളൊരു കല്ല് പെറുക്കി ഒരു പട്ടി എറിയുന്നു. പട്ടി കുറച്ചുകൊണ്ട് പോകും. ചില പട്ടിയാണെങ്കിൽ ട്രെയിനിലാണെങ്കിൽ നിങ്ങളുടെ പടലിൽ കൊണ്ടുപോകും. അല്ലെങ്കിൽ നാട്ടുപട്ടിയാണെങ്കിൽ ഇത് ഓടിക്കളി. നിങ്ങൾ കല്ല് പെറുക്കി ഒരു മനുഷ്യനെ എറിയുന്നു. നിങ്ങൾ അയാളുടെ തലക്ക് മുകളിൽ മുറിവുണ്ടെങ്കിൽ അയാളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കും. എറിഞ്ഞ കല്ലൊന്നാണ്, എറിഞ്ഞത് നിങ്ങളാണ്. പക്ഷേ ഇപ്പം ഗ്രാവിറ്റി വ്യത്യാസം വന്നു. തലക്ക് മുകളിൽ മുറിവുണ്ട്. പോലീസ് എന്ത് ചെയ്യും? വധശ്രമത്തിന് കേസെടുക്കും. പണിയായി. കല്ലൊന്നാണ്, പട്ടി എറിഞ്ഞ കല്ല് തന്നെയാണ്. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്? ഞാൻ ഇപ്പം ഇത് പറയണമെന്നറിയാവോ? ഇവിടെ സുവിശേഷത്തിൻ്റെ 0 നോളജുള്ള ആൾക്കാരും ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി മനസ്സിലാക്കാനാണ് ഇത് ലളിതമായി പറയണത്. വളരെ ലളിതമായി പറയണത്. പണ്ഡിതന്മാർക്ക് ചിലപ്പോൾ ഇത് ബോറായിട്ട് തോന്നും. ക്ഷമിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഈ വിഷയം തന്നെ നമ്മൾ ദൈവത്തോട് ചെയ്താലോ അപരിഹാര്യമായി പോകും. അതാണ് വിഷയം വന്നിരിക്കുന്നത്. ഇത് ബാലൻസ് ചെയ്യുക. അത് രക്ഷാ നടപടിക്രമങ്ങൾ മനസ്സിലാക്കണം. ഇതേ തെറ്റ് തന്നെ നമ്മൾ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മനുഷ്യന് അത് പരിഹരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ പിന്നെ ഉള്ള മാർഗം എന്താണ്? ദൈവം തന്നെ മനുഷ്യനാകണം. മനസ്സിലായില്ലേ? അതാണ് ഈശോ എന്ന് പറയുന്നത്. ദൈവം തന്നെ മനുഷ്യനായിട്ട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യപ്രകൃതിയിൽ പീഡകൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് പരിഹാരം ചെയ്യണം. അങ്ങനെയാണ് ക്രിസ്തു മധ്യസ്ഥനാകുന്നത്. അതാണ് ഏക മധ്യസ്ഥൻ. മനസ്സിലായില്ലേ? ഏക മധ്യസ്ഥൻ മീഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നുവെച്ചാൽ ആർക്കും പരിഹരിക്കാൻ പറ്റത്തില്ല. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥം വഹിക്കണം അല്ല വിഷയം. ഈ മനുഷ്യപ്രകൃതി വന്നുപോയ വരപ്രസാദത്തിൻ്റെ ശോഷണവും അത് പരിഹരിക്കാൻ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവനും കൃപയും അതാണ് വചനം പറയണത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയും സത്യവും യേശുക്രിസ്തു വഴി ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്നെ കൊച്ചു ജീവിതത്തെ കാഴ്ച ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്നെ കൊച്ചു ജീവിതത്തെ കാഴ്ച കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. യോഹന്നാൻ 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു. വചനം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇപ്പൊ കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പായുടെ പ്രസാദമാ. ഈ അപ്പായുടെ പ്രസാദം എപ്പോഴുണ്ടായതാണ്? പാപത്തിന് റൈറ്റായിട്ടുള്ള നീതിനിഷ്ഠമായിട്ടുള്ള പരിഹാരം ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യപ്രകൃതിയിൽ അവൻ്റെ മേലുള്ള ശിക്ഷ
നമുക്ക് രക്ഷയായെന്ന് പറഞ്ഞു. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഇത്ര കൈയടിച്ചോ. ഇന്നു ചെയ്യും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്യും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയിൽ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയിൽ. നിന്നെ മുമ്പിൽ കാഴ്ചയിൽ. യേശയ്യാ 53:5 യെശയ്യാ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ മുറിവേൽക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവളല്ല മുറിവേൽപ്പിക്കപ്പെട്ടത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. ആരാ മുറിവേൽക്കപ്പെട്ടത്? അവൻ, യേശു. അതാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കൈയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുമ്പിൽ കാഴ്ചയിൽ. നിന്നെ മുമ്പിൽ കാഴ്ചയിൽ. 5 മുതൽ 6 മുതൽ വായിച്ചത്. യെശയ്യാ 53:6 വരെ. കർത്താവിൻ്റെ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ കണ്ണ് നിറയണം. കാര്യം അത്ര വലിയ ദൈവിക പദ്ധതിയാണ്, രക്ഷാകര പദ്ധതിയാണ് ദൈവം ഈശോയിലൂടെ നിറവേറ്റുന്നത്. അതാണ് ആ രക്ഷകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അവൻ്റെ മേലുള്ള രക്ഷയാണ്, ശിക്ഷയാണ് നമുക്ക് രക്ഷ നൽകിയത്. അവൻ നമുക്ക് പകരക്കാരനായി ക്രൂശിക്കപ്പെട്ടു. നമ്മളെ ക്രൂശിക്കപ്പെടും. നമ്മുടെ പാപത്തിന് ശിക്ഷയായിട്ട് നമ്മളെ ക്രൂശിക്കപ്പെടുന്നതിന് പകരമാണ് അവൻ നമ്മുടെ പകരക്കാരനായി. നമ്മുടെ രോഗങ്ങളവൻ ഏറ്റെടുത്തത്. ഭാരങ്ങൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു. അത് നമ്മൾ ആവർത്തിച്ച് വായിച്ചു നോക്കിയത്. താഴേക്ക് വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ അഭിഷേകം കൊണ്ടാണ് സമയം. 53:6 മുതൽ താഴേക്ക് വായിക്കുക. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. ആടുകളെ പോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമെന്ന്. അപ്പം ആടുകളല്ലേ ഇടത്തോട്ടും വലത്തോട്ടും തിരിയണത്. ഓരോരോ പച്ചപ്പ് കണ്ടും കടിച്ചു തിന്നാൻ വേണ്ടി അങ്ങോട്ട് അവരവരുടെ താല്പര്യ ഇംഗിതങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പാദങ്ങളും വചനങ്ങളും ദൈവത്തിൻ്റെ പാതകളും നമ്മൾ അപഭ്രംശം സംഭവിച്ചു. അതാണ് ആടുകളെ പോലെ നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. കാര്യം നമ്മളെ അകൃത്യങ്ങൾ നമ്മുടെ മേൽ ചുമത്തിയിട്ട് കാര്യമില്ല. എന്താ പറയുന്നത്? കാര്യം നമ്മൾ ചെയ്തിരിക്കുന്നത് ആരോടാണ്? ദൈവത്തോടായത് കാരണം നമുക്കത് പരിഹരിക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം നമ്മൾ ഒരു മൃഗത്തെ എറിയണതും ഒരു ഡിഗ്നിറ്ററിയനെ എറിയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പരിഹരിക്കാൻ പറ്റത്തില്ല. ശിക്ഷ അപാരമായിരിക്കും. അതുകൊണ്ട് പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ പാപം വചന ലംഘനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
പാപമാകുന്നത് തിരിച്ച് എത്താൻ നമ്മളെ തടസ്സപ്പെടും. അതാണ് വിഷയം. പിതാവ് ഞാൻ അങ്ങേപ്പക്കൽ നിന്ന് വന്നു, അങ്ങേപ്പക്കലേക്ക് തിരിച്ച് എത്താൻ പറ്റുന്നതിന് ദൈവം നമുക്ക് കറക്റ്റായിട്ടുള്ള വഴികൾ, വചനത്തിൻ്റെ വിളക്കുകളും വെച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും നമ്മൾ അംഗീകരിക്കാതെ നമ്മുടെ സ്വന്തം വഴികൾക്ക് പോയി. ഈ സ്വന്തം അതാണ് വായിച്ചമാർക്ക് ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ്റെ മേൽ, അവളുടെ മേലല്ല ചുമത്തിയത്, അവൻ്റെ. അതാണ് ദൈവികമായ പദ്ധതിയാണ്. മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായിട്ട് യേശു മനുഷ്യൻ്റെ പ്രകൃതി സ്വീകരിച്ചുകൊണ്ട് ആ പ്രകൃതിയിൽ ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് അതാണ് ദൈവത്തോട് സമാനതയുള്ള ആൾ അത് പരിഗണിക്കാതെ ദാസനായി മരണത്തോളം കുരിശു മരണത്തോളം തന്നെ താഴ്ത്തിയെന്ന് പൗലോസ് പറഞ്ഞ അങ്ങനെയാണ്. ക്രിസ്തുവിലൂടെ എടുത്ത രക്ഷ, ആ രക്ഷയ്ക്ക് വേണ്ടി എടുത്ത മനുഷ്യാവതാര രക്ഷാകരമായ പ്രക്രിയകളെ അതാണ് ദുഃഖ വെള്ളിയാഴ്ചകളൊക്കെ നമ്മൾ ആചരിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യണത്. അപ്പം അതാണ് ആരാധന എന്ന് പറയണത്. അത് ദൈവികമായ ദൈവത്തിൻ്റെ തനി സാന്നിധ്യത്തിനാണ് നമ്മൾ ആരാധന കൊടുക്കുന്നത്. ലാട്രിയ എന്നൊക്കെ പറയും. അത് ദൈവശാസ്ത്ര ഭാഷയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഹൈപ്പർധൂളിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീഷ്ണ വണക്കം. അത് ആർക്കും കൊടുക്കണില്ല. മിസ്റ്റർ സെബസ്ത്യാനോസിനോ ഔസേപ്പിതാവിന് പോലും കൊടുക്കണില്ല. പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്നത് ഹൈപ്പർധൂലിയ എന്ന് വെച്ചാൽ ഈശോ കഴിഞ്ഞാൽ പിന്നെയുള്ള ഏറ്റവും വലിയ ആരാധനയല്ല, അതിതീഷ്ണ വണക്കം. കൃപാസനത്തിൽ എന്തെല്ലാം തരത്തിലും മാതാവിനെ അതിതീഷ്ണമായി വണങ്ങണത് ദൈവഹിതവാൻ. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കിലോമീറ്റർ വെയിലത്തൂടെ പോകും. അതിതീഷ്ണ വണക്കം. എങ്ങനെ പിന്നെ? അതല്ലേ മഴവില്ലുമായി അമ്മ നമ്മുടെ കൂടെ വരണത്. നിങ്ങൾ കണ്ടില്ലേ റാലിക്ക് മഴവില്ല് തെളിഞ്ഞത്? എവിടെയെല്ലാം ഉടമ്പടിയുണ്ടോ അവിടെയെല്ലാം ആ മഴവില്ലിൻ്റെ അടയാളങ്ങൾ. അമ്മയുടെ ഏറ്റവും വലിയ രസമെന്ന് പറയണത് അടയാളങ്ങൾ ഇതുപോലെ ദൈവം അമ്മയ്ക്ക് പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മനുഷ്യന്മാരുടെ കാര്യത്തിൽ ലളിതമായി ഇടപെടാൻ. ഏറ്റവും വിദ്യാഭ്യാസം, ആധ്യാത്മിക വിദ്യാഭ്യാസം കുറവുള്ളവന് പോലും മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യും. കാര്യം മാതാവ് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഫ്രാൻസിൽ ലൂർദ് പള്ളിയിൽ ചെല്ലുമ്പോഴുണ്ട് അതിതീഷ്ണമായ നാർദിൻ സുഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ പള്ളിയിൽ നിന്ന് 3 പള്ളി ഒറ്റ നില 3 പള്ളിയാണ്. ആ 3 പള്ളിയിലും മാറി മാറി കയറുമ്പോഴൊക്കെ എല്ലാം. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളവർ പറയും അതിതീഷ്ണമായ നാർദിൻ, പുരാതന നാർദിൻ സുഗന്ധത്തിൻ്റെ ഗന്ധമെന്ന് പറയും. അപ്പം ആത്മാവ് പറയും അമ്മയുടെ സാന്നിധ്യം നിന്നെ ബോധ്യപ്പെടുത്തുകയെന്ന് പറയും. അപ്പം എനിക്ക് അതറിയണം. അപ്പം ദൈവം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് 100 അനുഭവങ്ങളുണ്ട്. അപ്പം ഞാൻ മുറി ചെന്നിട്ട് പറഞ്ഞ് എന്താണ് ലൂർദ് പള്ളി സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഓപ്പൺ ചെയ്യും. 12:3 കാണിക്കും. 12:3 യോഹന്നാൻ്റെ സുവിശേഷം. മറിയം ഒരു കുപ്പി ആദ്യം സുഗന്ധതൈലം എടുത്തുകൊണ്ട് അവൻ്റെ പാദങ്ങളിൽ പൂശിയെന്ന്. അപ്പം ഇങ്ങനെ സ്വകാര്യ ബോധ്യങ്ങൾ കിട്ടുന്ന ഒരു 10,000-കണക്കിന് അനുഭവങ്ങളുടെ ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പലപ്പോഴും ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളുടെ കൂടെ വരും എന്ന് നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നത് ഈ സ്വകാര്യ അനുഭവങ്ങൾ മാത്രമല്ല. കാനായിലെ കല്യാണത്തിലെ അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ കുടുംബം എന്തു ചെയ്യും? വായ്പ മേടിച്ച് ആ കാര്യം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നാണം കെട്ട് പിരിയും. വേറെ ഒന്നും സംഭവിക്കണേ നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ വിഷയം അറിയാം. കാനായിലെ കല്യാണത്തിൽ നിന്ന് ആ കല്യാണ വീട്ടിൽ നിന്ന് അമ്മയെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കുടുംബം നാണം കെട്ട് പിരിയും. എന്താ കാര്യം? ഒന്നാമത് ഇങ്ങനെ ഭൗതികമായ ഒരു മനുഷ്യൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ കർത്താവിൻ്റെ പ്രൈമറി റെഫറൻസിലില്ല. കാര്യം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് വെള്ളം വീഞ്ഞാക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും
അതാണ് വിഷയം. ആ കൃപയുടെ മധ്യസ്ഥനാണ് ഈശോ. മനുഷ്യാവതാര രഹസ്യത്തിലൂടെ മുഴുവൻ കൃപകളുടെ ഏക മധ്യസ്ഥനായിട്ട് ആര് വരുന്നു? ഈശോ വരുന്നു. അല്ലെങ്കിൽ ലോക സംഘടനകളൊക്കെ ഉണ്ടാക്കുന്ന അജണ്ടകളിലൂടെ നമ്മുടെ കാല് പിടിച്ച് വെച്ച് അവർ നമ്മളെ അടിമകളെപ്പോലെ ബാബിലോണിലോട്ട് ചങ്ങലയിട്ട് കൂട്ടിക്കൊണ്ടു പോകണ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് വിശ്വസിക്കണമെന്നുള്ളത്, എന്ത് പ്രചരിപ്പിക്കണമെന്നുള്ളത് പറയുന്നതിന് ഒരു ബദൽ സംവിധാനങ്ങൾ, അന്തിക്രിസ്തുവിൻ്റെ സംവിധാനങ്ങൾ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ലോകത്തുണ്ടെന്ന് യോഹന്നാൻ ആദ്യമേ ഡിക്റ്റേറ്റ് ചെയ്തതാണ്. അത് ആർക്ക് വേണ്ടിയാണ് ലോകത്ത് ഡിക്റ്റേറ്റ് ചെയ്തത്? സഭയ്ക്ക് വേണ്ടിയാണ്. അത് ലോകത്തിലുണ്ടെന്ന്. ചില സമയത്ത് അത് പ്രബലപ്പെടും. കാര്യം നമ്മുടെ നാക്കിൽ കയറിയിരുന്നുകൊണ്ട് വേറെ ആൾക്കാർ സംസാരിക്കാൻ അനുവദിക്കരുത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ശ്രദ്ധ പാടുക. നിത്യത എന്നുള്ള ദൈവികമായ ലക്ഷ്യങ്ങൾ, ഈശോയെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളാണ്. ഈശോ എന്താ പറയണത്? അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 1:12 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് കൃപയെന്ന് പറയണത്. അതുകൊണ്ടാണ് 16 വായിച്ചേ. ശ്രുതികട. ഹല്ലേലൂയ. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ, കഴിവിന് മേൽ കഴിവ്. അതാണ് വിഷയം. അവന്റെ പൂർണ്ണതയിൽ നിന്ന് അവനെന്താണ്? അവൻ പാപത്തിന് പരിഹാരമായി, പാപത്തിന് സ്വന്തം ശരീരത്തിൽ ശിക്ഷ വാങ്ങിച്ച് മനുഷ്യൻ ദൈവത്തോട് ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് കഴിയാതെ വന്നതുകൊണ്ട്, മനുഷ്യൻ അതിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ അല്ലാത്തത് കൊണ്ടും ദൈവം തന്നെ യേശുക്രിസ്തുവിൽ മനുഷ്യാവതാരം സ്വീകരിക്കുമ്പോഴാണ് അവൻ ഏക മധ്യസ്ഥനായി മാറുന്നത്. അവൻ ആ മനുഷ്യാവതാരത്തിലൂടെയും അവൻ്റെ പാപത്തിന് പരിഹാരമായി അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങളിലൂടെയും അവൻ നേടിയെടുത്ത വരപ്രസാദത്തിൻ്റെ പൂർണ്ണതയെന്നാണ് പറയണത്. അതാണ് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുമ്പോൾ കൃപാവരങ്ങളുടെ പൂർണ്ണത ആരാണ്? അവനാണ്. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, അനുദിനവും കൃപയാലേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൃപാവരങ്ങളുടെ പൂർണ്ണതയാണ്. അവൻ കൃപയുടെ ഒരു സമുദ്രമാണ്, അതിൻ്റെ കൃപയുടെ ഒരു തടാകമാണ്. ഈ കൃപയുടെ തടാകങ്ങളിൽ നിന്നാണ് പിന്നെ വലിയ നദികൾ വരണത്. അതിന് ഏറ്റവും വലിയ നദി ആരാണ്?
പരിശുദ്ധ അമ്മയാണ്. കൃപയുടെ തടാകമാരാണ്. പാപത്തിന് പരിഹാരം ചെയ്തതും പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോഴാണ് പ്രസാദം കൃപയുണ്ടാകണത്. പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിക്കുമ്പോൾ 18:12 എടുത്ത് 12:18 മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. അതാണ് വിഷയം. ദാസൻ ദാസിയല്ല. ഇതാ ഞാൻ. ഈ വിഷയത്തിന് വേണ്ടി ദൈവപിതാവ് ഒരാളെ മാത്രമേ തിരഞ്ഞെടുത്തുള്ളൂ. അതാണ് ഏക രക്ഷകനെന്ന് പറയണത്. നമ്മൾ പല രക്ഷകന്മാരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത വായിച്ച് എൻ്റെ ദാസൻ, എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച. എൻ്റെ ആത്മാവ് പ്രസാദിച്ച. ആ പ്രസാദമാണ് കൃപയെന്ന് പറയണം. മനസ്സിലായില്ലേ? എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. എൻ്റെ ആത്മാവിനെ അയക്കും. അടുത്ത വായിച്ച് അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. ഇതാരാണ് വിഷയം? തെരുവീതികൾ അവന്റെ സ്വരം ആരും കേൾക്കത്തില്ലെന്ന് പറഞ്ഞ എന്താണ്? അവനാണ് ദൈവം പാപത്തിന് പരിഹാരമായി നിശ്ചയിച്ച പ്രതികരിക്കാത്ത. നമ്മളൊക്കെ ഒരു പനി വരുമ്പോഴും ഒരു ഉടമ്പടിയിൽ ഒരു ജപ്തി ഒരു വിസ പ്രോസസ് നടന്നില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കും ഉടനെ. ഞാൻ ഉടമ്പടി എടുത്താണല്ല, എൻ്റെ പച്ചത്തിരി 2 കത്തിച്ചല്ല, നീലത്തിരി 3 കത്തിച്ചല്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലും. ഈ ദൈവത്തിൻ്റെ അടുത്ത് കലഹത്തിന് ചെല്ലുന്ന ആൾക്കാർ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവം ഈ സാധനം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് വിഷയം. നമുക്കൊരിക്കലും അതാണ് അത് വായിച്ച് താഴേക്ക് വായിച്ച് നീതിയെ വിജയത്തിൽ അവൻ വിജാതീയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവന്റെ സ്വരം ആരും കേൾക്കുകയില്ല. ആരും കേൾക്കത്തില്ല. ദൈവത്തിനെതിരെ മല്ലടിക്കത്തില്ലെന്ന്. അവര് ഒരു പനി വന്നാൽ ആ പനി 2 ദിവസം നിന്നാൽ ഞാൻ ഉടമ്പടി എടുത്താണല്ല, ഞാൻ ഉപവസിച്ചതാണല്ല, ഞാൻ പത്രമെല്ലാം വീട്ടിൽ കൊടുത്തതാണല്ല എന്നും പറഞ്ഞ് തെരുവീതി വഴി നിന്ന് ആരും സംസാരിക്കത്തില്ലെന്ന്. തെരുവീതികളിൽ അവൻ ആരാണ് ആള്? കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടുന്നു. എന്റെ കൊച്ചു ജീവിതത്തെ അതിൻ്റെ കൂടെ വായിക്കുന്ന ഐസയ 53:9 എന്താ പറയണത്? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. കർത്താവിൻ്റെ ഏകരക്ഷകത്തിൻ്റെ രക്ഷകൻ്റെ യോഗ്യത എന്താണ്? കർത്താവ് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്ക് എൻ്റെ മേൽ പാപം ആരോപിക്കാൻ കഴിയും? അതാണ് ഈ ഐസയ പറയണത്. എന്താണ് അവൻ പറഞ്ഞ്? അവൻ ഐസയ 53:9 അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന്റെ ക്ഷതങ്ങൾ കാരണമെന്ന് അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അടുത്ത വായിച്ച് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. അവൻ പാപപരിഹാര ബലിയായി യേശു തന്നെ അർപ്പിക്കുമ്പോഴേ യേശു കണ്ട് ദീർഘായുസ് പ്രാപിച്ച ആരെയാണ്?
അവൻ്റെ നാമത്തെ വിശ്വസിച്ചുകൊണ്ട് പാപക്ഷമ സ്വീകരിക്കാൻ പോകുന്ന ചക്രവാളങ്ങൾ പോലെ നീണ്ട ദിഗന്ധങ്ങളും അതുപോലെ തന്നെ ദേശാന്തരങ്ങൾ കവിഞ്ഞ എല്ലാ തലമുറകളിലും ഉള്ളവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ നാമത്തിൽ യേശു എനിക്ക് പകരക്കാരനായി മരിച്ചവനാണ്, യേശുവിനും ദൈവത്തിനും എനിക്കും ഇടയിലുള്ള ഏകരക്ഷകനാണ് അവനെന്നും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ അവൻ എൻ്റെ മേലുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രക്ഷ നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ യേശു രക്ഷിക്കപ്പെടുന്നൊരു ജനത്തെ കാണുമ്പോഴേ അവൻ കുരിശിൽ ദീർഘായുസ് പ്രാപിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് ഇറ്റ് ഈസ് അക്കംപ്ലീറ്റ്, എല്ലാം പൂർത്തിയായ എന്നാണ്. അവനാണ് ഏകരക്ഷകൻ. ഇനി അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്കെല്ലാം എന്ത് സംഭവിക്കും? കൃപയ്ക്ക് മേൽകൃപ ലഭിക്കും. ഏത് കൃപയാണ്? പിതാവിന് അവനോടുണ്ടായിരുന്ന പ്രസാദം. അത് ഏത് പ്രസാദമാണ്? മത്തായിയുടെ സുവിശേഷം 12:18 പ്രസാദം. ഒന്നിന് വായിച്ച് മത്തായി 12:18. മത്തായി 12:18 വായിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറയണത് ആ കർത്താവിൻ്റെ ഏറ്റവും പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രസാദമാണ് യേശുവിനുള്ളത്. ആ യേശുവിൻ്റെ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതാ നമ്മൾ യേശുവിൻ്റെ ആത്മാവെന്ന് വിളിക്കല്ലേ. യേശുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരിശുദ്ധാത്മാവ് അതിൻ്റെ കംപ്ലീറ്റ്നെസ്സിൽ, ഇപ്പം നമുക്കറിയാം കറണ്ട് ഒരു സ്വർണത്തിലൂടെ കടത്തിവിടാം, കറണ്ട് ഒരു അലൂമിനിയം കമ്പിലൂടെ കടത്തിവിടാം, കറണ്ട് ഒരു ചെമ്പ് കമ്പിലൂടെ കടത്തിവിടാം. ഇതിൻ്റെ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നത് എവിടെയാണ്? സ്വർണത്തിന് പ്രസരണ നഷ്ടം ഉണ്ടാകും. ഇപ്പം നമ്മൾ 10 വോൾട്ട് കടത്തിവിട്ടാൽ ചെമ്പ് കമ്പി അലൂമിനിയം കമ്പിലൂടെ കടത്തി വിട്ടാൽ നമുക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ അത് 60 മാറും. കാര്യം എന്താ? അലൂമിനിയം കറണ്ട് കുടിക്കും. അതാ വിഷയം വേണ്ടത്. പക്ഷേ ചെമ്പ് കമ്പിയാണെങ്കിൽ നല്ല ചാലകശേഷി ഉള്ളതാണ്. ഒരു 90% കറണ്ടും അപ്പുറത്തെത്തും. അപ്പോൾ ഇപ്പോഴെന്താ പ്രശ്നം? പരിശുദ്ധാത്മാവിൻ്റെ പവറ്, അതാണ് അവൻ്റെ പരിശുദ്ധാത്മാവിനൊരു പൂർണ്ണതയുണ്ട്. അത് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച ആരിലൂടെയാണ്? ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ഔട്ട്പുട്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട്പുട്ട് 100 ആണെങ്കിൽ ആ 100 റിസൾട്ട് കിട്ടുന്നത് ആരിലൂടെയാണ്? ക്രിസ്തുവിൽ പ്രവർത്തിക്കുമ്പോഴാണ്. ശ്രുതികട ഹല്ലേലൂയ. അതാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവെന്നൊക്കെ പറയത്തില്ലേ? ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയും. ക്രിസ്തുവിൽ പ്രവർത്തിച്ച് 100% റിസൾട്ട് ഉണ്ടാക്കിയ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് കൃപയുടെ സോഴ്സ് എന്ന് പറയണത്. കർത്താവിൻ്റെ യേശു കൃപയെന്ന് പറയുന്നത് എന്താണ്? യേശുവിൽ വസിച്ച് യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പ്രസാദിച്ച പിതാവ് അവന് നൽകിയ പ്രസാദം അതെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫുൾ സിംഗായി ആ പുത്രനിൽ വിളങ്ങി നിൽക്കുന്നു. അപ്പോൾ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇനി അവൻ്റെ നാമത്തിൽ ആരെല്ലാം വിശ്വസിച്ച്? ആദ്യം വിശ്വസിച്ചത് ആരാണ്? അമ്മയാണ് വിശ്വസിച്ചത് അവൻ്റെ നാമത്തിൽ. അവരുടെ നാമത്തിൽ ആദ്യം വിശ്വസിച്ചത് ആരാണ്? അമ്മയാണ് വിശ്വസിച്ചത്. എങ്ങനെ വിശ്വസിച്ചതാണ്? നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണേ. ഇതാ മറ്റൊരു കർത്താവ് എന്നല്ല പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് ഫസ്റ്റായിട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചത് ആരാണ്? അമ്മ. അപ്പം ഫസ്റ്റായിട്ട് അമ്മ ക്രിസ്തുവിൽ വിശ്വസിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ക്രിസ്തു നേടിയെടുക്കാനിരുന്ന കൃപ ആദ്യമേ അമ്മയ്ക്ക് ഈശോ കൊടുക്കും അഡ്വാൻസായിട്ട്. അതാണ് ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ആ കൃപ അതാണ് ക്രിസ്തു വഴി നേടിയെടുക്കാനിരുന്ന കൃപയുടെ ആദ്യ പങ്കാളിയാണ് അമ്മ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയുടെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ലഭിച്ചത് എന്താണ്? പൂർണ്ണ കൃപയാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് യേശു കൃപയുടെ പൂർണ്ണതയാണ്. അതിൽ നിന്നുള്ള ആ തടാകത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പെരിയാറ് പോലെ ഏറ്റവും വലിയ നദിയാണ്. ഭാരതത്തിലെ പല നദികൾ കേരളത്തിൽ പല നദികളുണ്ട്. ഭാരതപ്പുഴയുണ്ട്, പെരിയാറുണ്ട്, അതുപോലെയുള്ള വലിയ നദികളുണ്ട്, പമ്പാ നദിയുണ്ട്. അപ്പം അതുപോലെ തന്നെ കൃപയുടെ ഏറ്റവും വലിയ നദിയാണ് ക്രിസ്തു നേടിയെടുത്ത കൃപയുടെ ആ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മനുഷ്യരാശിയിലേക്ക് ഒഴുകുന്ന ഏറ്റവും വലിയ കൃപയുടെ നദിയാണ് അമ്മ. അതുപോലെ തന്നെ വിശുദ്ധന്മാരിലുണ്ട് മാധ്യശക്തി. അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ ഇപ്പം തന്നെ അരീസ സിസ്റ്ററിനെ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവർ പ്രഖ്യാപിച്ചില്ലേ. അപ്പം ദൈവത്തിൽ നിന്ന് നേടിയെടുത്ത കൃപകൾ അതനുസരിച്ചുള്ള വചന സരണിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ രക്ഷാകര പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി ജീവിതം, ഒരു സമൂഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അതിന് കൃപ ആവശ്യമാണ്. അപ്പം അതുപോലെ അത് ചെറുതും വലുതുമായ കൃപകളുടെ ഒഴുക്കുകളെല്ലാം ക്രിസ്തുവിൻ്റെ നെഞ്ചിൽ നിന്നാണ് ഒഴുകി വരണത്. നമുക്കത് ആദ്യമായിട്ട് കിട്ടുന്നത് കൂദാശകളിലൂടെയാണ്. പിന്നീട് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ വചനം നിറവേറ്റുന്നതിലൂടെയാണ്. അടിസ്ഥാന കൃപയും ആർജിത കൃപയും ഉണ്ട്. ആർജിത കൃപ എന്ന് പറയുന്നതും ദൈവശക്തി തന്നെയാണ്. അത് എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യണതാണ് ആർജിത കൃപ. ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആര് ചെയ്യും? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. എന്താ കാര്യം? അവൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അവൻ പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം. അപ്പം വിശ്വസിച്ച സുവിശേഷം കൈമാറുന്നത്, ഇതാണ് ഉടമ്പടി ആസ്തി എന്ന് പറയണത്. ഇത് സഭയുടെ പുതിയ പഠനങ്ങൾ വന്നപ്പോൾ ഉടമ്പടി ശരിക്കും ജ്വലിച്ചെന്ന് പറയാം. എന്താ വെച്ചാൽ കറക്റ്റ് ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് സഭ അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാര്യം കൃപാസനത്തിൽ വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ എന്താ ചെയ്യണം? ആദ്യമേ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്രമീകരിക്കുക. ആദ്യം ക്രിസ്തീയ ജീവിതം ആരോടെ ക്രമീകരിക്കണത്? കൂദാശകളുമായിട്ട് ക്രമീകരിക്കണം ആദ്യം, അല്ലേ? കാര്യമുണ്ട്. കൃപയുടെ സ്രോതസ് എന്താണ്? അടിസ്ഥാന സ്രോതസ് എന്താണ്? കൃപയുടെ അടിസ്ഥാന സ്രോതസ് എന്താണ്? ഈശോ സ്ഥാപിച്ച കൂദാശകളാണ്. അത് സഭയിലാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഭയുമായിട്ട് നിങ്ങൾ അനുരഞ്ജനപ്പെടുത്തും. പിന്നെന്ത് ചെയ്യും? 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം. അത് വല്ലപ്പോഴും കുമ്പസാരിച്ചാൽ പോരാ. പിന്നെന്ത് ചെയ്യണം? സഭയുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ യോജിക്കണം. സഭയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യണം. ഓരോരുത്തരുടെ സഭയിലും ഓരോ ഇടവകയിലും ജ്ഞാനസ്ഥാനം, അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഉടമ്പടിയിൽ. നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച സഭയോട് നിങ്ങൾക്ക് കൂറും വാത്സല്യവും ഉണ്ടാകണം. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ വളർത്തണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് സഭയുടെ പഠനങ്ങൾ കേട്ട് അതേസമയം തന്നെ നമ്മൾ സ്വന്തം നിലയിൽ ക്രിസ്തു നേടിയെടുത്ത, ഇപ്പോൾ ദൈവം മന്ന നൽകിയെങ്കിലും പെരുക്കിയെടുക്കുന്നത് ആരാ? വട്ടിയും കൊട്ടയും കൊണ്ടൊന്ന് പെരുക്കിയെടുക്കേണ്ട ആൾക്കാരെ. ഇപ്പം ദൈവം ആകാശത്ത് മന്ന ഭക്ഷിച്ചു. പക്ഷേ അത് ദൈവം കൊണ്ടൊന്നും ആരുടെയും വായിക്കൊണ്ടൊന്നും ഇട്ടു തന്നില്ല മന്ന. അവർ മണ്ണിൽ നിന്ന് പെരുക്കിയെടുക്കുകയാണ് ചെയ്തത്, അല്ലേ? എന്നിട്ട് അവർ പാകം ചെയ്താണ് എടുത്തത്. ആ ഒരു പ്രോസസ്സുണ്ട് എപ്പോഴും. അതിനാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അവൻ കൃപകൾ ഉൽപ്പാദിപ്പിച്ചു, കൃപയുടെ സമുദ്രം തടാകം സൃഷ്ടിച്ചു. പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ പുഴയായി നമ്മളിലേക്ക് ഒഴുകാൻ കാരണം എന്താ? കാരണം അത് ദൈവനിശ്ചയമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ. അത് പരിശുദ്ധ അമ്മ നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. അത് പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുകളുണ്ട്. ഏതെല്ലാം ടൈറ്റിലാണ് ഉണ്ടത്? അമ്മ നിത്യകന്യക ഒരു ടൈറ്റിലാണ്. പിന്നെ എന്താണ്? ദൈവമാതാവ് ഒരു ടൈറ്റിലാണ്. പിന്നെ എന്താണ്? അമലോത്ഭവം ഒരു ടൈറ്റിലാണ്. ഈ ടൈറ്റിലൊക്കെ ഓളോടെ സാധനം കിട്ടിയതാണ്. അല്ല,
അമലോത്ഭവം എന്ന് പറയുന്നത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ് ആദ്യത്തെ. വിശുദ്ധ എബ്രേം പിതാവാണ് 4-ാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും. അതിനുശേഷം സഭ 10-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞത്. സഭയല്ല, ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത്. ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് 11-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമലോത്ഭവയാണെന്ന്. അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് 1854 സഭ അമലോത്ഭവയാണെന്ന് റോം പറയണത്. വിഷയം അതിൻ്റെ പ്രോസസ്സ് അതാണ്. അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ്, അതൊന്നും അവസാന വാക്കല്ല, അതെല്ലാം പ്രോസസ്സിലാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് കാലത്തെ പ്രബോധനാധികാരം. അത് കത്തോലിക്ക സഭ എല്ലായിടത്തും കത്തോലിക്കമാണല്ല. കത്തോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അന്റാർട്ടിക്കയിലും വിശ്വസിക്കുന്നത്. ഒറ്റ വിശ്വാസം. എന്താ കാര്യം? അത് സഭയുടെ അപ്പോസ്തലിക പ്രബോധന അധികാരമാണ്. എന്താണ്? അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിന് തിരുസഭ എന്നാണ് പറയണത്, അതിനെ ഹോളി ചർച്ച് എന്ന് പറയണ കാര്യം. ദൈവത്തിൻ്റെ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ, അതാണ് വിഷയം. പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് സഭയാണ് ഉള്ളത്, അതായത് ഓർത്തഡോക്സ് സഭ. അത് ആദിമ സഭകൾ ഇവരൊക്കെയാണ്, സിറിയൻ ആദിമ സഭകൾ, ആദിമ അപ്പോസ്തലിക് ട്രഡീഷനുള്ള സഭകൾ. ആ സഭകളിൽ തമ്മിൽ ഐക്യപ്പെടണം. അപ്പോൾ ഐക്യപ്പെടുന്ന കൊണ്ട് തന്നെ പ്രബോധനത്തിൽ ആ എല്ലാവർക്കും സ്വീകാര്യമായ പ്രബോധനം ഉൾപ്പെടുത്താൻ കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. കാര്യം എന്താണ്? കത്തോലിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ വരെ ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും കൃപ കൈമാറി വന്നിട്ടുള്ള ചരിത്രരേഖകൾ ആർക്കും ഇല്ല. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് സഭയാണ് ഇവിടെ വെളിച്ചമായി ഒരു നെടുന്തൂണായി ലൈറ്റ് ഹൗസ് എന്നുകൊണ്ട് എല്ലാ സഭകൾക്കും പ്രകാശം കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോസ്തലിക സഭയുടെ ഐക്യവും അതിനുശേഷമുള്ള ഈ സഭയെന്ന് പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടല്ലോ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത്. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നിയ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളാണ്. അപ്പം അത് സഭ വേറെ, തിരുസഭ വേറെ, കൂട്ടായ്മകൾ വേറെ, ഗ്രൂപ്പുകൾ വേറെ. ഗ്രൂപ്പുകൾ പിന്നീട് വരേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ല ഗ്രൂപ്പുകളും വല്ലതും പറയണമെന്ന് കേട്ടിട്ട് ഇപ്പോൾ ഗ്രൂപ്പുകൾക്കെല്ലാം ഭയങ്കര ആഹ്ലാദമാണ്. മാതാവിൻ്റെ മധ്യസ്ഥ എടുത്ത് മാറ്റി പറഞ്ഞ് ഗ്രൂപ്പുകളെല്ലാം കിടന്നുണ്ട്. എന്ത് അതൊന്നും ഗ്രൂപ്പുകളാണത്, സഭകളല്ലത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ കഴിയണത് ദൈവാനുഗ്രഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് സഭയുടെ പുതിയ പ്രബോധനം എന്നല്ല, സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷ വിഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് കറക്ഷനാണ് നൽകിയിരിക്കണേ. ഇപ്പം ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ്. ഈ കറക്ഷൻ ശരിക്കും ഉടമ്പടിയെ ശരിക്കും സഹായിക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ്? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ, ആരാണ്? ഈശോ പറയണ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചുകൊള്ളാമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ്. ആ മധ്യസ്ഥം എന്ന് പറയുന്നത് എന്ത് മധ്യസ്ഥമാണ്? മീഡിയാട്രിക്സ് അല്ലത്, ഇൻറ്റർസെസറി മീഡിയേഷനാണ്. എന്താണ്? പ്രാർത്ഥനാ മധ്യസ്ഥമാണ്. മാതാവിൻ്റെ സാന്നിധ്യ മധ്യസ്ഥമാണ്. ആ സാന്നിധ്യ മധ്യസ്ഥമാണ് നമ്മളെ കൊണ്ട്. ഇപ്പോൾ നമ്മൾ കാനായിലെ കല്യാണത്തിൽ എന്താ ഉള്ളത്? പ്രാർത്ഥനാ മധ്യസ്ഥവും സാന്നിധ്യ മധ്യസ്ഥവുമാണ്. അപ്പോൾ സാന്നിധ്യ മധ്യസ്ഥത്തിലാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. അപ്പോൾ ഈശോ എന്താ പറയണത്? എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമാണ്. പാകാത്ത സമയമാക്കിയെടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥമാണ് സഹായിക്കുന്നത്. ആ മധ്യസ്ഥമാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉടമ്പടിയിൽ സാന്നിധ്യം മധ്യസ്ഥം ഉള്ളത് കൊണ്ടാണ്
യേശുവിൻ്റെ ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ ആ കല്യാണത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന അപമാനത്തിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണമല്ല, എത്തിക്കാനും അത് നടപടി സ്വീകരിക്കാനും അമ്മയ്ക്ക് അർഹതയുണ്ട്, അധികാരമുണ്ട്. ആ അമ്മയുടെ അധികാരത്തെയാണ്, ക്രിസ്തുവിലുള്ള അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനത്തെയാണ് ഉടമ്പടി ഏറ്റു പറയണത്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യാൻ. അപ്പം നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ പ്രതിസന്ധി വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സുവിശേഷ വിഹിതമായി ജീവിതം ക്രമീകരിച്ചാൽ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് ഉടമ്പടി പ്രഖ്യാപിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ ടൈറ്റിൽസ് ഉണ്ട്. അമലോൽപ്പ മാതാവ്, നിത്യകന്യക, ദേവമാതാവ്, മാതാവിൻ്റെ ടൈറ്റിൽസാണ്. ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താ? ആ ക്യാപിറ്റൽ ടൈറ്റിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ബൈബിൾ ഇൻബിൽറ്റാണ് ക്യാപിറ്റൽ ടൈറ്റിൽ. എന്താണത്? The mother of Jesus. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ടൈറ്റിൽ നീട്ട് ആർക്കും തൊടാൻ പറ്റത്തില്ല. എന്താ കാര്യം? അത് ഇൻബിൽട്ടാണ്, ബൈബിളിൻ്റെ അസ്ഥിവാരത്തിൻ്റെ ഭാഗമാണ്. യേശുവിൻ്റെ അമ്മയും അവിടെ, മറിയം അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണത്, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അണ്ടർസ്റ്റുഡാണ്. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്ന അവസാനം? യേശുവിൻ്റെ അമ്മ തൻ്റെ രക്ഷാകര സംഭവത്തിൽ തനിക്ക് ആശ്വാസവും ശക്തിയും പകർന്നുകൊണ്ട് തൻ്റെ കൂടെ തന്നെ ഈ കുരിശ് വരെ, പുൽക്കൂട് തൊട്ട് മംഗളവാർത്ത തൊട്ട് കുരിശാരോഹണം വരെ തൻ്റെ കരം വഹിച്ചുകൊണ്ട് ദേവപിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ നടന്ന പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ, ആ അമ്മയാണ് ദൈവം അവസാനം ഈശോ ലാസ്റ്റ് ഗിഫ്റ്റായിട്ട് നമുക്ക് തരണത്, ഇല്ലേ? എന്താ കാര്യം? യേശുവിൻ്റെ അമ്മയാണ് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് യേശുവിൽ രക്ഷാകര കൃത്യത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത യേശുവിൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേറെ ടൈറ്റിലിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് കാലഘട്ടങ്ങളിലൂടെ വന്ന ആശയവിവാദങ്ങൾക്ക് സഭയെടുത്ത നിലപാടുകളിലൂടെ വന്നിട്ട് ടൈറ്റിലുകളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ടൈറ്റിൽ എന്ന് പറയുന്നത് മദർ ഓഫ് ജീസസ് ആണ്. ഈ മദർ ഓഫ് ജീസസ് ആണ് കൃപാസനത്തിലെ അമ്മയെന്ന് പറയണത്. എന്താ കാര്യം? അത് കാനായിലെ കല്യാണ കുടുംബത്തിലുണ്ടായിരുന്ന അമ്മയാണ്. ആ അമ്മ തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ. എന്താണ്? ഇതാ നിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയാണ് യേശു നമ്മൾക്ക് നൽകിയത്. എപ്പോഴാണ് നൽകണത്? യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് ഒരു 2 സെക്കൻഡ് മുമ്പാണ് ഈ അമ്മയെ പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ വരും. അതിന് നിത്യതയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി എന്നെ ഈ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഇവിടം വരെ എത്തി എൻ്റെ സഹയാത്രികയായ സഞ്ചാരി മാതാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബിഹോൾഡ് യുവർ മദർ. ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മ ഈശോ ഏൽപ്പിച്ചു തന്ന അമ്മയാണ് കൃപാസന മാതാവ്. ഈ അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. ഈ അമ്മയാണ് ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ സുവിശേഷ സാക്ഷിയാക്കുകയും ഒടുവിൽ നിത്യതയും നമ്മൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്ന നമ്മ. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ടൈറ്റില് മദർ ഓഫ് ജീസസിനെ ബിഹോൾഡ് യുവർ മദർ, ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞ് നമുക്ക് നൽകിയത് ആരാണ്? സഭയല്ല, പിന്നെ ആരാണ്? ഈശോയാണ്. അതാണ് വിഷയം. അതിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എന്താ വിഷയം? ഈശോയാണ് തൻ്റെ അമ്മയെ നമ്മൾക്ക് നൽകിയത്. ഈ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നിത്യത. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഹത്തിലും പരത്തിലും നിത്യത വരെ എത്തുന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. അല്ലാതെ ഒരു 3 മാസത്തെ ഉടമ്പടിയും കുറച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചു വയ്ക്കാനുള്ള താൽക്കാലിക നടപടിക്രമം അല്ലത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇതിനെ അംഗീകരിച്ചിട്ട് ഇത്രയും അടയാളം കാണിച്ചിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ആശ്വാസ കേന്ദ്രമായി കൃപാസന ശുശ്രൂഷ ദൈവം ഉയർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ആന്തരിക അർത്ഥത്തിലെ ആധ്യാത്മികത ആവഹിക്കുന്നതിനും അനുവർത്തിക്കുന്നതിനും ക്രിസ്തുവിന്റെ ആധ്യാത്മികത ശുദ്ധ അമ്മയിലൂടെ അനുകരിക്കുന്നതിന് എന്നെ ശക്തമാക്കുന്നതിന് എനിക്കെല്ലാം ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കുന്നതിന് ഞാൻ നന്ദി പറയുന്ന നന്ദി, ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അതായത് ഈ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ മനുഷ്യന്മാരായത് കാരണം മാനുഷികമായ കാര്യങ്ങളിലേക്ക് ദൈവിക പദ്ധതിയെ മനസ്സിലാകാതിരിക്കുകയും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല വിശ്വാസങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ അനുഗ്രഹം കിട്ടുമെങ്കിൽ അതുപോലൊരു ദേവനാണ്, ദേവിയാണ് യേശു, അല്ലെങ്കിൽ അതുപോലെ ഒരു ആളാണ് യേശു എന്ന രീതിയിലേക്ക് നിങ്ങൾ യേശുവിനെ മിനിമൈസ് ചെയ്യും. യേശു അങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവൻ്റെ നടപടിയെന്ന് പറയണത് മനുഷ്യരാശിയുടെ പാപത്തിനാണ്, മനുഷ്യരാശിയാണ്. ഈ ലോകത്തുള്ള മുഴുവൻ എക്കാലങ്ങളിലുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ദൈവത്താൽ നിയമിതനായവനാണ്. ദൈവത്തിൻ്റെ പദ്ധതികളോട് അവൻ നിശബ്ദമായി സർവ്വസമർപ്പണത്തോട് സഹകരിച്ചത് കൊണ്ടാണ് അവനെ ദൈവം അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷയായത്. അതുകൊണ്ട് തന്നെ അവന് ദൈവത്തിന് പൂർണ്ണ പ്രസാദം കൊടുത്തത്. അതുകൊണ്ട് അവനാണ് പൂർണ്ണ പ്രസാദങ്ങളുടെ മധ്യസ്ഥനെന്ന് പറയണത്. അത് ആ സ്ഥാനം ആർക്കുമില്ല. കാര്യം എന്താ? അവനാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് പിതാവിൻ്റെ മനസ്സിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് പിതാവാണ് അവന് പൂർണ്ണ പ്രസാദം കൊടുത്തിരിക്കുന്നത്. ആ രക്ഷാകരം നടപടിക്രമം. കാര്യം അവൻ ഒരേ സമയം ദൈവമാണ്, ഒരേ സമയം തന്നെ മനുഷ്യനുമാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിന് ഇടയിലും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനുമാണ്. കയ്യടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. എക്കാലങ്ങളിലും യേശുവിനെ സാധാരണ മനുഷ്യൻ്റെ കപ്പ കഞ്ഞി വീട് ജോലി വിവാഹം എന്നുള്ള കൊച്ചു കാര്യങ്ങളുടെ തമ്പുരാനാക്കി മാറ്റാൻ വേണ്ടി വളരെ സാധാന്യമായ ഒരു ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ അതിന് അടിപ്പെട്ട് പോയിട്ടുമുണ്ട്. ക്രിസ്തു അത് പലപ്പോഴും തിരുത്തിയിട്ടുമുണ്ട്. എന്താ കാര്യം? ഒരു മനുഷ്യൻ വന്ന് കർത്താവിനോട് പറഞ്ഞില്ലേ? എന്ത് പറഞ്ഞ്? പിതൃസ്വത്ത് ന്യായമായിട്ട് ഭാഗിക്കാൻ നീ എൻ്റെ ജ്യേഷ്ഠനോട് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ. ലൂക്ക 12:13. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. ലൂക്ക 12:13. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ. അപ്പൊ ഈശോ എന്താ പറഞ്ഞത്? യേശു അവനോട് ചോദിച്ചു. അവിടെ യേശു ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥനാകുന്നില്ല. അതല്ല യേശുവിന്റെ ദൗത്യം. അതാണ് വിശേഷം. എന്താ പറയണത്? ഹേ മനുഷ്യ, പറഞ്ഞേ, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ഇത് അതായത് നിത്യരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ തിരിച്ചെടുക്കുന്നതിനും മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടു പോയ കൃപ അത് തിരികെ മനുഷ്യരാശിക്ക് ജീവൻ പകരുന്നതിനും നിത്യജീവനിലേക്ക് അവനെ കരകയറ്റുന്നതിനും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മനുഷ്യാവതാരം ചെയ്ത് പാപത്തിൻ്റെ പരിഹാരം ചെയ്ത ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും കൊച്ചു കാര്യങ്ങളിലേക്ക് ക്രിസ്തുവിനെ ശ്രദ്ധ തിരിച്ച് കൊണ്ടുപോകാനും ഒരു ബലപ്രയോഗം എക്കാലങ്ങളിലും ഉണ്ടാവും. നമ്മളും നമ്മളും കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം എന്താ? പലരും പരിശുദ്ധ കുർബാന കൂടുന്നതിൻ്റെ ഉദ്ദേശം, പരിശുദ്ധ കുർബാന കൂടുമ്പോൾ പറയും പിശാപുതുക്കണമെന്ന് പറയും. പരിശുദ്ധ കുർബാന എന്തിനാണ്? എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, അതായത് പിതാക്കന്മാർ മരുഭവിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കും നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അതായത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. അപ്പം നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം. നിത്യജീവനാണ് കുർബാന ഉദ്ദേശമെങ്കിലും കുർബാനയിൽ ഈ കുർബാന പങ്കെടുക്കുന്ന അണ്ണന്മാരെന്താ ചെയ്തിരിക്കണത്? അവരുടെ ജോലി, വീട്, വിവാഹം, നൊവേനെ പറയുന്ന കാര്യമെല്ലാം കുർബാനയെ പറയും. ഇതുപോലൊരു അവറേഷൻസ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് കൂടി തുല്യമാണ്. കാര്യം എന്താ വിഷയം? അത് പറയേണ്ടെന്നല്ല, മറ്റത് ഇല്ല, അഭിമാനം കൊള്ളണം. ഒരു ഞായറാഴ്ച കുർബാന മുടങ്ങരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയണത്, മുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ പട്ടിയടിക്കുമെന്നല്ല പ്രശ്നം. ക്രിസ്തു നേടിയെടുത്ത നിത്യജീവനോട് നിങ്ങൾക്ക് എന്തുമാത്രം ഐക്യദാർഢ്യമുണ്ട്. അത് ദൈവത്തിൻ്റെ സഹന ബലിയോടുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യമാണ്. അത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള മനസ്സുകൊണ്ടുള്ള യോജിപ്പാണ്. അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പൂർത്തീകരണമാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവഹിതം. കൈയടിക്കട്ടെ, ശ്രുതികട. ഇതിനകത്ത് വരുന്ന ഒരു ദുരന്തം എന്താ അറിയാമോ? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കറക്റ്റ് ചെയ്യും. അതായത് ഇപ്പം കൃപാസനത്തിലും വേളാങ്കണ്ണിലൊക്കെ പോണ ആൾക്കാർ ഇടവകപ്പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ഒന്നുമില്ല, കെട്ടിയെടുത്ത് വേളാങ്കണ്ണി പോകും. ഇങ്ങനെ ഒരു വർഗമുണ്ട് ഇവിടെ. ഈ വർഗത്തിനാണ് സഭ ഇപ്പം നിശ്ചിതമായി കറക്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ചെയ്യുക, ആൾക്കാർ കറക്റ്റ് ചെയ്ത നിങ്ങളുടെ കാര്യം. പക്ഷേ സഭയുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. എന്താ കാര്യം? അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം മനുഷ്യ ജീവിതം. അല്ലാതെ നിങ്ങൾ ഓരോ കാര്യം മക്കൾക്ക് വേണ്ടി, ജോലി ചെയ്യാൻ വേണ്ടി വെള്ളാങ്കണ്ണി പോയി അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് അങ്ങനെ ക്രിസ്തുവിന് ഇടവപ്പള്ളിയോട് ബന്ധമില്ല, ഇടവകയുടെ ആധ്യാത്മിക ജീവിതമായിട്ട് ബന്ധമില്ല, സുവിശേഷ സാക്ഷ്യമൊന്നുമില്ല, അനുഗ്രഹത്തിന് വേണ്ടി കറങ്ങി നടക്കുന്ന ആൾക്കാരില്ലേ, അവരെ സഭ ഇതിലൂടെ അവരുടെ ദിശാബോധം കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ടാണ് ജോസഫച്ചൻ പറഞ്ഞത് ഉടമ്പടി എടുത്താന്ന്? അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യം എന്താ? ഉടമ്പടി എടുത്താന്നേ ചോദിക്കത്തുള്ളൂ. ക്യാൻസർ ആണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിഷയം. അച്ഛനെ കാണണമെന്ന് പറഞ്ഞാൽ അപ്പത്ത് എന്ത് ചെയ്യും? ഉടമ്പടി എടുത്തോന്ന് ചോദിക്കും. എന്താ കാര്യം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെ കത്തോലിക്കരും ക്രിസ്ത്യാനികളുമാണെങ്കിൽ അവരുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാക്കിയിട്ടുണ്ടെന്ന്. ക്രിസ്തു കേന്ദ്രീകൃതമാക്കാത്തൊരാൾ
ചങ്ങാത്തം വെച്ചുകൊണ്ട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കാണത്തില്ല. എന്താ കാര്യം? എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ക്രിസ്തുവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആളാരാണ്? അമ്മയെപ്പോലെ ആരുമില്ല, പരിശുദ്ധ അമ്മയെപ്പോലെ ആരുമില്ല. ക്രിസ്തുവിനെ ഒരു മനുഷ്യനുമായിട്ട് കൂട്ടിയിണക്കുക. ഞാനെപ്പോഴും ഓർക്കുകയെ ആ മനുഷ്യനോട് ഹേ മനുഷ്യ എന്ന് പറഞ്ഞില്ലേ, ഹേ മനുഷ്യ എന്ന് ഈശോ പറഞ്ഞില്ലേ, എന്നെ ആരാണ് നിങ്ങളുടെ സ്വത്ത് ഭാഗിക്കുന്നതാണ് നിശ്ചയിച്ചതെന്ന്. ആ ചോദ്യം അമ്മയാണ് ചോദിച്ചെങ്കിൽ ഈശോ അങ്ങനെ പറയുമോ? പറയത്തില്ല. അതാണ് അമ്മയുടെ സ്വാധീനം എന്ന് പറയണത്. നമ്മുടെ കുടുംബ പ്രശ്നത്തിന് അന്നും ഇന്നും അമ്മ തന്നെ ഉള്ളു. എന്താ കാര്യം? ഒരു മനുഷ്യൻ അവൻ്റെ പച്ചയായ കണ്ണീരിൻ്റെ കാലത്ത് അവൻ്റെ കൈ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കണ്ണീരിൻ്റെ കാലത്ത് ഇതാ നിൻ്റെ അമ്മയെന്നും പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ചെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നിറവേറുകയാണ് കൃപാസന ഉടമ്പടിയിലൂടെ. പ്രത്യേകിച്ച് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് മക്കളുടെ മനസ്സിൽ ശക്തമായ രീതിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും, മനസ്സിലും വിശ്വാസപ്രമാണം ചെല്ലുകയോ മക്കൾ സ്തുതിക്കുകയോ ചെയ്യണം. സ്തുതികട ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഉന്നതമായ കൈകൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പെടുന്ന പോലെ വൈദാഖാനം പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത്തിക്കരം കർത്താവ് അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ മക്കളില്ലാത്തവരെ, വിവാഹ ജീവിതത്തിൽ കർത്താവ് തടസ്സം നേരിടുന്നവരെ, തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവർ, ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോരോ വിഷയങ്ങൾക്ക് സമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരെ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, സ്ഥലപിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും തീക്ഷ്ണമായി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
അതിതീക്ഷ്ണമായി ഈ നിമിഷം മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലെ എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കൈകൾ കൂപ്പി കണ്ണടച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി 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 യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ